എല്ലാവർക്കും നമസ്കാരം. ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും നിറവിൽ വീണ്ടും ഒരു ഏകാദശി കൂടി വന്നെത്തിയിരിക്കുന്നു. തൃശൂർ ജില്ലയിലെ കരുവന്നൂർ പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പുരാതനമായ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണിന്ന്. അതെ, തൃപ്രയാർ ഏകാദശി. ഈ വരുന്ന ഡിസംബർ 15-നാണ് നാം എല്ലാവരും കാത്തിരുന്ന ആ പുണ്യദിനം. സാധാരണയായി ഏകാദശി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ഗുരുവായൂർ ഏകാദശിയാണ്. അത് ശുക്ലപക്ഷ ഏകാദശിയാണെങ്കിൽ തൃപ്രയാർ ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനം വൃശ്ചിക മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ്, അതായത് കറുത്ത പക്ഷത്തിലെ ഏകാദശി. ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ചൈതന്യം ഏറ്റവും കൂടുതലായി അനുഭവപ്പെടുന്ന ദിവസമാണിത്. ത്രേതായുഗത്തിലെ ശ്രീരാമചന്ദ്രൻ ഖരവധത്തിനു ശേഷം അതീവ ഉഗ്രരൂപത്തിൽ നിൽക്കുന്ന ഭാവമാണ് തൃപ്രയാർ തേവർക്കുള്ളത് എന്നാണ് ഐതിഹ്യം. എന്നാൽ ഏകാദശി ദിവസം ഭഗവാൻ ഭക്തർക്ക് സർവ്വ അനുഗ്രഹങ്ങളും വർഷിക്കുന്ന ശാന്തസ്വരൂപനായി മാറുന്നു. ഈ ദിവസം വ്രതമെടുത്ത് ക്ഷേത്രദർശനം നടത്തുന്നത് അതുകൊണ്ടുതന്നെ വളരെയധികം വിശേഷമാണ്. ഏകാദശി ദിവസത്തെ പ്രധാന ആകർഷണം ക്ഷേത്രത്തിലെ ആഘോഷങ്ങൾ തന്നെയാണ്. പുലർച്ചെ നിർമ്മാല്യ ദർശനം മുതൽ തുടങ്ങുന്ന തിരക്ക് രാത്രി വരെ നീണ്ടുനിൽക്കും. ഗജവീരന്മാരുടെ അകമ്പടിയോടെയുള്ള ഇഴന്നള്ളിപ്പും പഞ്ചവാദ്യവും ചെണ്ടമേളവും ക്ഷേത്രാന്തരീക്ഷത്തെ ശരിക്കും ഒരു ഉത്സവപ്പറമ്പാക്കി മാറ്റും. തൃപ്രയാർ തേവരുടെ ഇഴന്നള്ളിപ്പ് കാണുക എന്നത് തന്നെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ്. വൈകുന്നേരങ്ങളിൽ ക്ഷേത്രവും പരിസരവും ദീപാലങ്കാരങ്ങളാൽ പ്രകാശപൂരിതമാകും. നാമജപങ്ങളും ഭക്തിഗാനങ്ങളും കൊണ്ട് മനസ്സ് ശാന്തമാക്കാൻ പറ്റിയ ഏറ്റവും നല്ല അവസരം. ഡിസംബർ 15-ന് നടക്കുന്ന ഈ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നവർ തീർച്ചയായും ക്ഷേത്രത്തിലെത്തുക. അതിന് സാധിക്കാത്തവർ വീടുകളിലിരുന്ന് രാമനാമം ജപിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക. ഏവർക്കും തൃപ്രയാർ ഏകാദശിയുടെ ഭക്തിനിർഭരമായ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.